PCOS അല്ലെങ്കിൽ PCOD ക്യാൻസറിലേക്ക് എത്തിക്കുമെന്നാണോ ഡോക്ടർ പറയുന്നത്? ഡെഫിനറ്റ്ലി എത്തിക്കും. PCOS ഒരു ഹൈ റിസ്ക് ആണ്. ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം, പിന്നെ ഹൈപ്പർ ടെൻഷൻ വരാം, ക്യാൻസർ വരെ വരും. കുഴിമന്തി നമ്മളെ മന്ദന്മാരാക്കുകയുള്ളൂ. കുട്ടികൾക്ക് വിശക്കുവാന്നും പറഞ്ഞുകൊണ്ട് ചോക്ലേറ്റ് എന്തൊരു ഷുഗറിയാന്നറിയാമോ? ഡയബറ്റീസിന്റെ ഒരു മുന്നോടിയാണ്. ഡയബറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ വരാതിരിക്കില്ലല്ലോ, ആത്രോസ്ക്ലീറോസിസ് വരും, അത് ക്യാൻസർ ആയിട്ട് മാറാൻ സാധ്യത. ഡോക്ടർ, ഇപ്പോൾ PCOD PCOS ഗൈനക് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ കേൾക്കുന്നുണ്ടാവും. അതെ അതെ. അപ്പോൾ ഇതൊന്ന് പേടിക്കേണ്ട ഒന്നാണോ? സത്യമായിട്ടും പേടിക്കേണ്ടതാ. എന്താന്ന് ഞാൻ പറയാം. ടീനേജ് പ്രായത്തിൽ പീരീഡിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ചിലപ്പം കുറച്ച് മുഖത്ത് കുറെ ഹെയർ ഉണ്ടാവാം, കുറച്ച് കാണാൻ ഒരു ഭംഗി കുറവുണ്ടാവും, അതൊക്കെ ഉള്ളൂ. ബട്ട് പ്രായം ചെന്ന് വരുമ്പോഴത്തേനും ഡയബറ്റീസിന്റെ ഒരു മുന്നോടിയാണ്. വെച്ചാൽ ഇൻസുലിൻ കൂടുതൽ വേണം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് സാധാരണ കഴിക്കുന്ന കഴിക്കുന്ന സാധനം എല്ലാം ഗ്ലൂക്കോസ് ആയിട്ടാണ് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെല്ലാം ഇൻസുലിന്റെ അളവ് ചെറുപ്പത്തിലേ സാധാരണക്കാളും കൂടുതൽ വേണം എന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഒരു റിസർവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവർ ഡയബറ്റിക് ആകും. ഡയബറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ വരാതിരിക്കില്ലല്ലോ, ആത്രോസ്ക്ലീറോസിസ് വരും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ രക്തക്കുഴലിന്റെ ഉൾഭാഗം കുറഞ്ഞ് അതിന്റെ ആ കട്ടി കൂടിയാ വരുന്നത്. അതിന്റെ ആ പ്ലയബിലിറ്റി അങ്ങ് പോകും. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം, പിന്നെ ഹൈപ്പർ ടെൻഷൻ വരാം, ക്യാൻസർ വരെ വരും. ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്രസിന്റെ ലൈനിങ്ങിന്റെ ഉള്ളിലുള്ള ക്യാൻസർ വരാം. പിന്നെ ഇൻഫെർട്ടിലിറ്റി പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, കുട്ടികൾ ഉണ്ടാവാൻ താമസം എത്തിപ്പെടുന്ന ബേസിക്കലി അന്നാണ് ഞങ്ങൾ കാണുന്നത്. ബട്ട് അത് അങ്ങനെയല്ല, ചെറുപ്പത്തിലേ തുടങ്ങുന്നതാണ് ഇത്. എനിക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൺസൾട്ടേഷൻ? കുട്ടികൾ ഉണ്ടാവുമ്പം തുടങ്ങി എന്ന് വെച്ചാൽ ആണ് പെണ്ണെന്ന് വ്യത്യാസം ഇല്ലാതെ. ബിക്കോസ് പെൺകുട്ടികൾ അറ്റ്ലീസ്റ്റ് ഇവരുടെ അമ്മമാരെ ഒരു ടീനേജ് ആകുമ്പോൾ നമുക്ക് കൊണ്ട് കാണിക്കും. സെയിം എഫക്റ്റ് ആണുങ്ങൾ ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് നോക്കിക്കേ. അവർക്കൊരു മാസമുറ എന്ന് പറഞ്ഞാൽ മാസം ഒരു പീരീഡ് വരുന്നില്ലാത്തത് കൊണ്ട് പേരൻസ് നമ്മുടെ അടുത്ത് കൊണ്ടുവരില്ല. സെയിം ചേഞ്ചസ്, ഉള്ളിലത്തെ ചേഞ്ചസ് അവർക്കും വരുന്നുണ്ടാവില്ലേ? അതൊരു കോമൺ സെൻസേ ഉള്ളൂ. ചെറുപ്പം മുതലേ വെജിറ്റബിൾസ് കഴിക്കാൻ കൂട്ടാക്കുക, ഫ്രൂട്ട്സ് കൊണ്ടു നടക്കുക. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ഈവൻ ഞങ്ങളുടെ OP-യിൽ കുട്ടികൾക്ക് വിശക്കുവാന്നും പറഞ്ഞുകൊണ്ട് ചോക്ലേറ്റ്, അതും ഈ കോലുമുട്ടായി, എന്തൊരു ഷുഗറിയാന്നറിയാമോ? അപ്പം അതൊന്നും ഒഴിവാക്കിയിട്ട് ഒരു ആപ്പിളോ ഒരു പഴോ വീട്ടിലുണ്ടാക്കിയ ടിഫിനോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് വിശപ്പടക്കിയാ പോരെ. ഡോക്ടർ ഈ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതൽ കാണുന്നുണ്ട് കുഴിമന്തി എന്നുള്ളൊരു ഫാക്ടറാണ് ഇപ്പൊ. അതെ, കുഴിമന്തി നമ്മളെ മന്ദന്മാരാക്കുകയുള്ളൂ. ഈ ബർഗർ തിന്നാ നമ്മൾ ബർഗർ പോലെ ഇരിക്കും, പിസ്സ തിന്നാ നമ്മൾ റൗണ്ട് ആകും. ഇതാണ് ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയുന്നത്. ഈവൻ പേഷ്യൻസിനോട് ഒരു തമാശ രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു പേഷ്യന്റ് എന്നോട് പറഞ്ഞതാണ്, ഡോക്ടർ അതിന് നല്ല സ്വാദാണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, വന്നാൽ പിന്നെ മുറുക്കാൻ തുപ്പുന്ന പോലെ ചവച്ചിട്ടൊന്ന് തുപ്പിക്കളഞ്ഞാൽ മതിയില്ലേ, ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെയും പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അതൊരു തമാശ മാത്രം, എന്നാലും ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഈ കാലത്ത് ശരിക്കും പറഞ്ഞാൽ സ്മോക്കിങ്ങിന്റെ എഗെയിൻസ്റ്റ് ഒത്തിരി ബാൻ വന്നിട്ടുണ്ട്. ആൾക്കാർക്കൊരു ബോധവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. ഡ്രിങ്കിങ് എല്ലാ സാധനവും അവര് ബാൻ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അതൊരു ബേസിക്കലി ആണുങ്ങൾക്ക് മാത്രം ഡയറക്റ്റഡ് ഒരു ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ബേസിക്കലി കൂടുതൽ ഉപയോഗിക്കുന്ന ആണുങ്ങൾ തന്നെയാണ്. പെണ്ണുങ്ങളുണ്ട് എന്നാലും. ബട്ട് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഇറ്റ് ഈസ് യൂണിസെക്സ്. ഇപ്പം ആണുങ്ങൾ കൂടുതൽ പെണ്ണുങ്ങൾ കുറവ് അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും ഒരുപോലെ ബാധിക്കപ്പെട്ടവരാണ്. ചെറുപ്പത്തിലെ ഇവരെ സ്കൂൾ ലെവലിൽ ഒരു ടീച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ല ഹാബിറ്റ്സ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഹോം. പേരൻസും അങ്ങനെ ചെയ്യുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക, സ്ലീപ്പ് കൂട്ടുക, സ്ലീപ്പ് ടൈമിൽ സ്ലീപ്പ് ചെയ്യുക. പിള്ളേർക്ക് ഒരു 8 hours, അഡൾട്ട്സിന് അറ്റ്ലീസ്റ്റ് ഒരു 7 hours ഡെയിലി സ്ലീപ്പ് വേണം. അപ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ട് ലൈറ്റ്സ് ഓഫിന്റെ കൂടെ മോണിറ്റേഴ്സും ഓഫ് വേണം. TV ആട്ടെ, ഫോൺ ആട്ടെ, ലാപ്ടോപ്പ് ആട്ടെ, ഓൾ മോണിറ്റേഴ്സ് ഔട്ട്, ലൈറ്റ്സ് ഔട്ട് ആയിരിക്കണം. ഡോക്ടർ, ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ വേൾഡിൽ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് കൂടുതലും നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് ഡോക്ടറിന് തോന്നുന്നുണ്ടോ? പുറത്ത് നോക്കിയാൽ കുഴിമന്തി, ഷവർമ, ബർഗർ, ഡോക്ടർ എനിക്ക് തോന്നുന്നത് ഇതിന് ഗവൺമെന്റ് ഓൾസോ ഷുഡ് ടേക്ക് സം പോളിസി. കുറച്ചുകൂടി ഈറ്ററീസ് ഉണ്ടാക്കുക. ഹെൽത്തി ഈറ്ററി അല്ലാത്തവർക്ക് ടാക്സ് അങ്ങ് കൂട്ടുക. ലെറ്റ് ദം പേ. ലിക്കറിന് നല്ല ടാക്സ് മേടിക്കുന്നില്ലയോ? സിഗരറ്റിന് ടാക്സ് കൂടുതലല്ലേ? ഇതിനൊരു ടാക്സ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സ്വതവേ കുറച്ച് പോകാതെ നോക്കുമായിരിക്കും, അറിയില്ല. ഹെൽത്തി ഈറ്ററീസ് ഇപ്പം തൊടുപുഴയിലാണെങ്കിലും കുറവാണ്. ഞാൻ തൊടുപുഴയിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ കുറവാണ്. അപ്പം അങ്ങനത്തെ ഈറ്ററീസ് പ്രൊമോട്ട് ചെയ്യുക. ഒരു ഹെൽത്തി ഹാബിറ്റ് ഷുഡ് ബി ഇൻകൾട്ടേറ്റഡ് റൈറ്റ് ഫ്രം നഴ്സറി സ്കൂൾ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇതിപ്പം ഒരു ട്രീറ്റിന് പോയാലും ഒരു ഷെയ്ക്ക് കുടിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കേക്ക് കട്ടിംഗ് ആയിരിക്കും, പിന്നെ ഷെയ്ക്ക് ആയിരിക്കും, പിന്നെ വല്ല കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. എല്ലാം ഷുഗറി സാധനം. ഷുഗർ കട്ട് ഡൗൺ ചെയ്യണം. ഇറ്റ് ഹാസ് ടു ഗെറ്റ് ഇൻ ടു അവർ സിസ്റ്റം. ഓക്കെ, സോ ഡോക്ടർ പറയുന്നത് ഡയബറ്റിക് ഒരു മെയിൻ റോൾ തന്നെയാണ് ഇതിൽ. അതെ അതെ അതെ.
അതിന്റെ ഒരു മുന്നോടിയായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഈ PCOS അല്ലെങ്കിൽ PCOD ഉള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എക്സസൈസ് ആക്ച്വലി ഇവര് സെൻട്രൽ ആണ് വണ്ണം കൂടുതൽ. അതിനായിട്ട് നമുക്കിപ്പോ യൂട്യൂബിൽ നോക്കിയാൽ കുറേ എക്സസൈസ് ഉണ്ട് PCOSന് തന്നെ. ആക്ച്വലി അബ്ഡോമിനൽ എക്സസൈസ്, അബ്ഡോമിനൽ ഫാറ്റ് കുറയ്ക്കാന്നുള്ളതാണ് PCOSന്റെ മെയിൻ ഫോം ഓഫ് എക്സസൈസ്. അതിന്റെ കൂടെ കാർഡിയോ എക്സസൈസും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. ഡോക്ടർ, അപ്പൊ ഈ PCOS അല്ലെങ്കിൽ PCOD ക്യാൻസറിലേക്ക് എത്തിക്കുമെന്നാണോ ഡോക്ടർ പറയുന്നത്? ഡെഫിനറ്റ്ലി എത്തിക്കും. ബിക്കോസ് ഇവർക്ക് ശരിക്കും അണ്ടം ഉണ്ടാവുന്നില്ല. ഈ കൊമള പോലെ വന്നിട്ട് അണ്ടം വിസർജനം നടക്കാതെ ഈ കൊമള അങ്ങനെ അങ്ങ് അവിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പൊ എന്തായി, മെൻസസിന് 2 ഫേസ് ഉണ്ട്. ഒന്ന് ഫോളിക്കൽ ഉണ്ട്, ഒന്ന് സെക്രട്ടറി. ഈ സെക്രട്ടറി ഫേസ് PCOS ഉള്ള പേഷ്യൻസിന് വരുന്നില്ല. അതാണ് നമ്മുടെ എൻഡോമെട്രിയം പ്രൊട്ടക്ട് ചെയ്യുന്ന ക്യാൻസറിൽ നിന്ന്. അതില്ലാണ്ട് വരുമ്പം ഈ ഫോളിക്കുലർ ഫേസ് എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ഇങ്ങനെ ലോങ് ടേം സ്റ്റിമുലേഷൻ വരുമ്പോൾ അത് ക്യാൻസർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈവൻ 35 വയസ്സുള്ളവർക്ക് എൻഡോമെട്രിയം കണ്ടിട്ടുണ്ട് ക്യാൻസർ വരുന്നത്. സോ അങ്ങനെ ഒരു ഏജ് ക്രൈറ്റീരിയ ഇല്ല എന്നുള്ളതാണ്. ഇല്ല, PCOS ഒരു ഹൈ റിസ്ക് ആണ്. അത് മാത്രമല്ല, PCOS കൊണ്ട് പ്രഗ്നൻസി ആയാൽ പ്രഗ്നൻസിയിൽ ഷുഗർ വരും. ദാറ്റ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇൻസുലിൻ കൂടുതൽ വരും. എന്നുവെച്ചാൽ അവരുടെ ഓൾറെഡി റിസർവ്ഡ്, അവര് പ്രോൺ ആണ്. ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് അത് തന്നെ.